CPMൽ ഭിന്നത രൂക്ഷമായ കുട്ടനാട്ടിൽ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് CPM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചു. CPMുമായി അകന്നു നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുള്ള CPM നീക്കം. അവിശ്വാസം പാസ്സാകുന്നതോടെ രാമങ്കരി പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമാകും. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് കുട്ടനാട്ടിൽ വിമത നേതാവിനെ പുറത്താക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുള്ള CPM നീക്കം. കുട്ടനാട്ടിലെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയെന്ന് CPM ആരോപിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസൻ എന്നിവർക്കെതിരെ കോൺഗ്രസിന്റെ 4 പഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പം CPMന്റെ 3 അംഗങ്ങളാണ് അവിശ്വാസത്തിൽ ഒപ്പിട്ടത്. 13-ൽ 7 പേരും അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്നതോടെ പ്രമേയം അവതരിപ്പിച്ചാൽ CPMന് ഭരണം നഷ്ടമാകും. ഭരണം അട്ടിമറിക്കാൻ CPM ആണ് തങ്ങളെ കൂട്ടുപിടിച്ചതെന്ന് UDF ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമല്ല രാമങ്കരിയിലേതെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 3 അംഗങ്ങൾക്ക് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ മാസം 20-ന് മുൻപ് വിശദീകരണം നൽകിയാൽ മതി. അതേസമയം നാളെ അവിശ്വാസ പ്രമേയത്തെ CPM പിന്തുണച്ചാൽ ഔദ്യോഗികമായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് താനും തന്നെ പിന്തുണയ്ക്കുന്നവരും പാർട്ടി വിടുമെന്ന വെല്ലുവിളിയാണ് വിമത നേതാവ് രാജേന്ദ്രകുമാർ ഉയർത്തിയത്. കുട്ടനാട്ടിലെ കടുത്ത വിഭാഗീയതയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 200-ലധികം പാർട്ടി മെമ്പർമാരാണ് CPM വിട്ട് CPIയിലും മറ്റു പാർട്ടികളിലും ചേർന്നത്. ജനം, ആലപ്പുഴ.